നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 6ാമത്തെ ചാപ്റ്ററാണ്. അതിനകത്ത് പ്രോഗ്രാംസ് തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോഗ്രാം, ഒരു സിമ്പിൾ ഒരു പ്രോഗ്രാം ഞാൻ കാണിച്ചു തന്നു, എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് 2-3 പ്രോഗ്രാം കൂടി ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ 2-3 പ്രോഗ്രാം കൂടി പഠിക്കാനുണ്ട്. അതുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ചാപ്റ്റർ പൂർത്തിയായി എന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ പൂർണ്ണമായി എന്ന് പറയാൻ പറ്റൂ. കാര്യം ഈ പ്രോഗ്രാം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും പോവാതെ നമുക്ക് എല്ലാ മാർക്കും കിട്ടണമെങ്കിൽ ഈ പ്രോഗ്രാം കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ഒരിക്കലും പ്രോഗ്രാം കാണാതെ പഠിക്കരുത്. പ്രോഗ്രാം മനസ്സിലാക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ഇതിന്റെ മുമ്പിലത്തെ ക്ലാസ് കണ്ടിട്ടില്ലേ, കണ്ടിട്ട് വരണം, എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതൊരു കണ്ടിന്യൂഷൻ ആണ് ക്ലാസ്സുകൾ. അപ്പൊ ഇടയ്ക്കിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ലാസ്സുകൾ കണ്ടു വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയാൻ കാര്യം ഞാൻ ആദ്യത്തെ ഒരു സിമ്പിൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രോഗ്രാമിനകത്ത് പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്, 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ആവശ്യമായ ഒരു പ്രോഗ്രാം എഴുതുക എന്നതാണ്. 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ആവശ്യമായ ഒരു പ്രോഗ്രാം എഴുതുക. അതാണ് പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? 2 സംഖ്യകളാണ്, അല്ലെ? 2 നമ്പേഴ്സ് വേണം. 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങളൊരു പേനയും പേപ്പറുമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ പറയാണ്, നിങ്ങളെല്ലാം 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ തയ്യാറാണോ? അപ്പൊ നിങ്ങൾ പറയുന്നത് തയ്യാറാണ്. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? 2 നമ്പറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് 2 നമ്പർ തരുന്നു, 10, 20. ഫോർ എക്സാമ്പിൾ 10, 20 എന്ന് പറയുന്ന 2 നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് തമ്മിൽ കൂട്ടിയിട്ട് നിങ്ങൾ പുതിയൊരു സംഖ്യ 30 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടും. അത് നിങ്ങൾ റിസൾട്ട് ആയിട്ട് പറഞ്ഞു തരും. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. അപ്പൊ പ്രോഗ്രാമിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഖ്യ നമുക്കിപ്പം 10, 20 എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുക്കിലേക്ക് എഴുതി വെക്കും. അപ്പൊ കമ്പ്യൂട്ടർ ബുക്കിലേക്കല്ല എഴുതി വെക്കുന്നത്. കമ്പ്യൂട്ടർ എന്താ ചെയ്യേണ്ടത്? ഈ 10, 20 കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് എടുത്ത് വെക്കണം, അല്ലെ? 10, 20 കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് എടുത്ത് വെക്കണം. എന്നിട്ട് അതിനെ കൂട്ടിയിട്ട് 30 എന്ന് പറയുന്ന കിട്ടിയും 30 എന്ന് പറയുന്ന സംഖ്യയും എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് കമ്പ്യൂട്ടർ മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. എന്നിട്ട് റിസൾട്ട് ആയിട്ട് സ്ക്രീനിൽ കാണിച്ചു തരണം. കാര്യം ഞാനാണ് ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നത്, അല്ലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന യൂസർ ഞാനാണ്. എനിക്ക് ഇതിന്റെ റിസൾട്ട് കാണണം. ഞാൻ അങ്ങോട്ട് 10, 20 കൊടുത്തു. കമ്പ്യൂട്ടർ 10, 20 എടുത്ത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ വെച്ചു, ആഡ് ചെയ്തിട്ട് 30 കമ്പ്യൂട്ടർ മെമ്മറിയിൽ വെച്ചതിന് ശേഷം കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം? അത് കൊണ്ടൊന്ന് സ്ക്രീനിൽ കാണിച്ചു തരണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഗുണമുള്ളൂ. അപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് എത്ര മെമ്മറി ലൊക്കേഷനകത്ത് വേണ്ടി വരും? 3 മെമ്മറി ലൊക്കേഷൻ വേണ്ടി വരും. എത്ര മെമ്മറി ലൊക്കേഷൻ വേണ്ടി വരും? 3 മെമ്മറി. 2 മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതായത് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്ന അവസരത്തിൽ നമ്മൾ അങ്ങോട്ട് 2 സംഖ്യ കൊടുക്കും. ആ കൊടുക്കുന്ന സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് 2 മെമ്മറി ലൊക്കേഷൻ. മൂന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ 2 സംഖ്യകളെ തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള മൂന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ. അപ്പൊ ഇവിടെ 3 ഞാൻ ഇന്റിജർ ടൈപ്പ് നമ്പർ ആയിട്ടാണ് ഇതിനെ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന 2 പോയിന്റ് ഇല്ലാത്ത സംഖ്യകളായിട്ടാണ് അസ്യൂം ചെയ്തത്. അല്ലെങ്കിൽ ഞാനിപ്പം ഈ പ്രോഗ്രാമിനകത്ത് ഞാൻ 2 പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ കൂട്ടാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റിജർ മെമ്മറി ലൊക്കേഷൻ ആണ് വേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് iostream.h എന്താണ്? iostream ഹെഡർ ഫയൽ ആണ്. യൂസിങ് നെയിം സ്പേസ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ മുതലാണ് നോക്കി. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ ലൈനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ 3 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. 3 മെമ്മറി ലൊക്കേഷൻ കണ്ടോ? അതായത് 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 3 മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയോ? 3 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ആയി. 3 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ആയി. ആദ്യത്തിന്റെ പേര് num1 എന്നും, രണ്ടാമത്തതിന്റെ പേര് num2 എന്നും, മൂന്നാമത്തിന്റെ പേര് സം എന്നുമാണ്. അപ്പൊ ഇത് 3ഉം ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്തൊക്കെ രീതിയിലുള്ളതാണ്. ഇത് 3ഉം ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്ത കാര്യം. ഇവിടെ ഡാറ്റ ടൈപ്പ് ഉണ്ടോ? ഇന്റ്. ഇവിടെ നിങ്ങൾക്ക് ഇനി പോയിന്റ് ഉള്ള സംഖ്യയാണ് സ്റ്റോർ ചെയ്യാൻ നിങ്ങൾ ഈ മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്റിന് പകരം നിങ്ങൾ ഫ്ലോട്ട് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ 3 മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് എന്താ വേണ്ടത്? മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കി വെറുതെ ഇട്ടാൽ പോരല്ലോ, അതിനകത്തേക്ക് നമുക്ക് നമ്പർ വേണം. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്നും സ്ക്രീനിൽ എഴുതി കാണിക്കും, എന്റർ ടു നമ്പർ എന്ന് എഴുതി കാണിക്കും, അല്ലെ? സ്ക്രീനിൽ എഴുതി കാണിക്കാൻ വേണ്ടിയുള്ള ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് സി ഔട്ട്. അപ്പൊ എന്റർ ടു നമ്പർ എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും. ഇത് നമുക്ക് ഒരു ഔട്ട്പുട്ട് സ്ക്രീൻ ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ. ഇത് ഔട്ട്പുട്ട് സ്ക്രീൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ് ഇത്? നമ്മുടെ മോണിറ്റർ ആണെന്ന് വിചാരിക്കും.
അപ്പൊ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് റൺ ചെയ്യുന്ന അവസരത്തിൽ ഈ സ്ക്രീനിനകത്ത് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന വേറൊരു വ്യക്തി, പ്രോഗ്രാം എഴുതിയ വ്യക്തിയല്ല, വേറൊരു വ്യക്തിയാണ്. അയാളുടെ മുമ്പിൽ എന്താണ് ഈ ആദ്യത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിലൊന്നും കാണിക്കത്തില്ല, കാര്യം അത് മെമ്മറിക്ക് അകത്ത് നടക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, സി ഔട്ട് എന്റർ ടു നമ്പേഴ്സ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതിങ്ങനെ എഴുതി കാണിക്കും, എന്റർ ടു നമ്പേഴ്സ് എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും. സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്യും, രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും, 20, 40, രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആ രണ്ട് നമ്പറിനെ എവിടെ കൊണ്ടുപോയി വെക്കണം, മെമ്മറി ലൊക്കേഷൻ വെക്കണം. കണ്ടോ, അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സി ഇൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ആ വരുന്ന ആദ്യത്തെ സംഖ്യയെ കൊണ്ടുവന്ന് എവിടെ വെക്കും, ആദ്യത്തെ മെമ്മറി ലൊക്കേഷൻ ആയിട്ടുള്ള num1 വെക്കും. രണ്ടാമത്തെ സംഖ്യയെ കൊണ്ടുവന്ന് എവിടെ വെക്കും, num2 വെക്കും. രണ്ടാമത്തെ സംഖ്യയെ num2 വെക്കും. അതാണ് സി ഇൻ num1 num2 എന്ന് പറയുന്നത്. ഇനി അടുത്ത ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്, num1 വന്ന വാല്യൂ num2 വന്ന വാല്യൂ കൂടെ കൂട്ടിയിട്ട് എവിടെ വെക്കും, സം എന്ന് പറയുന്ന മെമ്പർ ലൊക്കേഷനിൽ വെക്കും. അതായത് ഈ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 20 40 കൂടെ കൂട്ടി 60 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് വെക്കും, ഈ സമ്മിൽ വെക്കും. ഓക്കെ, ഇനി സമ്മിനകത്ത് ഇരുന്നാൽ പോരല്ലോ, നമുക്ക് കണ്ട് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കണ്ടേ. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യാണ്, റിസൾട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ റിസൾട്ടിനെ നമ്മൾ എഴുതി കാണിക്കാൻ പോവാണ്. അടുത്ത സി ഔട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, സ്ക്രീനിൽ എഴുതി കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ സ്ക്രീനിൽ എഴുതി കാണിക്കും, സം ഓഫ് ദ entered ആ എഴുതിയിരിക്കുന്ന മെസ്സേജ് അതിനെ അതേപോലെ തന്നെ കാണിക്കും കേട്ടോ. entered നമ്പർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എഴുതിയിരിക്കുന്ന അത് അതേപോലെ തന്നെ എഴുതും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇത് ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്ക് അതല്ല, ഇതൊരു മെമ്മർ ലൊക്കേഷൻ ആണ് അല്ലെ, ഇതൊരു മെമ്മർ ലൊക്കേഷൻ ആണ്, ഡബിൾ ഇൻവെർട്ടർ കോമയുടെ പുറത്താണ്, ഇതൊരു മെമ്മർ ലൊക്കേഷൻ ആണ്. അപ്പൊ ഈ മെമ്മർ ലൊക്കേഷനും അത് എന്ത് ചെയ്യും, ആ മെമ്മർ ലൊക്കേഷൻ കിടക്കുന്ന വാല്യൂ ആയിരിക്കും ആ സം എന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കിടക്കുന്ന വാല്യൂ എന്താണ്, 60 അല്ലെ. സം എന്ന് പറയുന്ന മെമ്മർ ലൊക്കേഷൻ കിടക്കുന്ന വാല്യൂ എത്രയാണ്, 60 എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, പ്രോഗ്രാം കഴിഞ്ഞു, റിട്ടേൺ 0. ഇത്രയേ ഉള്ളൂ രണ്ട് സംഖ്യകളുടെ സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. വളരെ സിമ്പിൾ പ്രോഗ്രാം ആണ്. അപ്പം 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതേപോലെ തന്നെ എന്താണ്, എന്റർ ടു നമ്പേഴ്സ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു, 2 നമ്പർ വരുന്നു, അതിനെ ആഡ് ചെയ്യുന്നു, പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോഗ്രാം ആണ്, പ്രോഗ്രാം ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് 3 സി സ്കോർ. ഇതൊരു ട്രിക്കി ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ 3 നമ്പേഴ്സിന്റെ എന്താണ് ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ സി സ്കോർ എന്നൊക്കെ പറഞ്ഞ എന്താണ്, നമുക്കിപ്പോ തരുന്ന ഒരു മാർക്കാണ് അല്ലെ, ടീച്ചേഴ്സ് തരുന്ന ഒരു മാർക്ക് എന്ന് വെച്ചാൽ ഒരു നമ്പറാണ്. മാർക്ക് എപ്പോഴും നമ്പേഴ്സിലല്ലേ പറയുന്നത്, 20 മാർക്ക് 30 മാർക്ക് 45 മാർക്ക് 50 മാർക്ക് എല്ലാം നമ്പേഴ്സിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നതിന് പകരം സി സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ 3 സംഖ്യകളുടെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 3 സംഖ്യകൾ തമ്മിൽ കൂട്ടണം, കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, 3 കൊണ്ട് ഹരിക്കണം. ആ തന്നിരിക്കുന്ന 3 സംഖ്യകളെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കണം, അതാണ് ആവറേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ അപ്പൊ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, ആവറേജ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ 3 സംഖ്യകളാണ് സ്റ്റോർ ചെയ്യാനായിട്ട് വേണ്ടത് അല്ലെ. 3 സംഖ്യകൾ സ്റ്റോർ ചെയ്യാനായിട്ട് വേണം, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വേണം, 3 മെമ്മർ ലൊക്കേഷൻസ് വേണം അല്ലെ. എന്താണ്ട് സ്കോർ 1 എന്നാണ് ആദ്യത്തെ മെമ്മർ ലൊക്കേഷന്റെ പേര്, രണ്ടാമത്തെ മെമ്മർ ലൊക്കേഷന്റെ പേര് സ്കോർ 2, മൂന്നാമത്തെ മെമ്മർ ലൊക്കേഷന്റെ പേര് സ്കോർ 3. അത് 3 മെമ്മർ ലൊക്കേഷൻസ് ഉണ്ടാക്കി അല്ലെ, 3 മെമ്മർ ലൊക്കേഷൻസ് ഉണ്ടാക്കി, ഒന്ന് സ്കോർ 1, സ്കോർ 2, സ്കോർ 3. എന്തിനു വേണ്ടിയാ, നമുക്ക് ആ 3 മാർക്കുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് മറ്റൊരു മെമ്മർ ലൊക്കേഷൻ ഉണ്ടാക്കി AVG, എന്താണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കത്തില്ലേ, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മറ്റൊരു മെമ്മർ ലൊക്കേഷൻ കൂടി ഉണ്ടാക്കി വെച്ചു, നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ആവറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് സ്ക്രീനിൽ എഴുതി കാണിക്കാൻ പോവാണ്. അപ്പൊ സ്ക്രീൻ ഇവിടെ ഉണ്ട് കേട്ടോ, സ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ക്രീനകത്ത് എന്താ എഴുതി കാണിക്കുന്നത്, എന്റർ 2 നമ്പേഴ്സ് അല്ലെ, എന്റർ ദ 3 സ്കോർ, സോറി എന്റർ ദ 3. എനിക്ക് എഴുതിയിരിക്കുന്ന സെന്റൻസ് എന്താണോ അത് അതേപോലെ തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കും, എന്റർ ദ 3 സ്കോർ കേട്ടോ, സോറി എന്റർ ദ 3 സ്കോർ. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഒറ്റ ലൈനിൽ എഴുതി കാണിക്കത്തുള്ളൂ, അടുത്ത ലൈനിലോട്ടൊന്നും വരത്തില്ല. എന്റർ ദ 3 സ്കോർ എന്ന് എഴുതി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ കാണുന്ന വ്യക്തി അതായത് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് സ്ക്രീൻ മാത്രമേ കാണത്തുള്ളൂ, കോഡൊന്നും ആരും കാണത്തില്ല. അപ്പൊ എന്റർ ദ 3 സ്കോർ എന്നായിരിക്കും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു ഉദാഹരണത്തിന് 20 10 30 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം. 20 10 30, സ്വാഭാവികമായിട്ടും 20 ഇവിടെ സ്റ്റോർ ആവും, 10 ഇവിടെ സ്റ്റോർ ആവും, 30 ഇവിടെ സ്റ്റോർ ആവും. എങ്ങനെ സ്റ്റോർ ആവും, അടുത്ത സീൻ വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് കണ്ടോ, ആദ്യത്തെ വാല്യൂവിനെ കൊണ്ടുവന്ന് സ്കോർ 1 ഇടുന്നു, രണ്ടാമത്തെ വാല്യൂവിനെ കൊണ്ടുവന്ന് സ്കോർ 2 ഇടുന്നു, മൂന്നാമത്തെ വാല്യൂവിനെ കൊണ്ടുവന്ന് സ്കോർ 3 ഇടുന്നു. അപ്പൊ 20 10 30. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്, ഈ 3 സ്കോറും, അതായത് സ്കോർ 1 കിടക്കുന്ന വാല്യൂ, സ്കോർ 2 കിടക്കുന്ന വാല്യൂ, സ്കോർ 3 കിടക്കുന്ന വാല്യൂ കൂടെ കൂട്ടിയിട്ട് എത്ര കൊണ്ട് ഹരിക്കണം, 3 കൊണ്ട് ഹരിക്കണം. 3 കൊണ്ട് ഹരിക്കുക വെച്ചാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കാര്യം ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ ആവറേജ് ഓഫ് 3 സ്കോർസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ആ കിട്ടിയ സ്കോറിനെ എവിടെ സ്റ്റോർ ചെയ്യേണ്ടത്, AVG എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ കണ്ടോ, ഇവിടെ ശൂന്യമായിട്ട് കിടപ്പുണ്ട്, അതിനകത്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് 20 പ്ലസ് 10 എത്രയായി, 30, 30 പ്ലസ് 30 60 ആയി അല്ലെ. 60
ഡിവൈഡഡ് ബൈ 3. 60 ഡിവൈഡ് ബൈ 3 എന്ന് ചെയ്യും. അത് മനസ്സിലാകുന്നുണ്ടോ? 60 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓക്കെ, 60 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും അല്ലെ? 60 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. റിസൾട്ട് എത്ര ആയിരിക്കും? 20 അല്ലെ? ആ 20 എവിടെ വന്ന് സ്റ്റോർ ആവും? അത് ഇവിടെ വന്ന് സ്റ്റോർ ആവും. 20 എവിടെ വന്ന് സ്റ്റോർ ആവും? ഇവിടെ വന്ന് സ്റ്റോർ ആവും. അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്തിരുന്നാൽ പോലെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണണ്ടേ? സ്ക്രീനിൽ കാണാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത് എൻട്രി കൊടുത്തത്. സ്വാഭാവികമായിട്ടാണ് സ്ക്രീനിൽ എങ്ങനെ എഴുതി കാണിക്കും? ഇതാണ് സി ഔട്ട്. സി ഔട്ട് കണ്ടു കഴിഞ്ഞാൽ സ്ക്രീനിൽ അത് എഴുതി കാണിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സി ഔട്ട്. സ്വാഭാവികമായിട്ട് സ്ക്രീനിൽ എഴുതി കാണിക്കും. ആവറേജ് സിഇ സ്കോർ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന 20 എന്ന് പറയുന്ന വാല്യൂ. നമ്മളല്ല കണ്ടുപിടിച്ച്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് എ ബി ജിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വാല്യൂ കണ്ടോ? എ ബി ജിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. അപ്പൊ ഏരിയയും പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? ഏരിയയും ഒരു സർക്കിളിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലെ? അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു നമുക്കറിയാം, ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നമുക്ക് ഇക്വേഷൻ അറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അതേപോലെ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 പൈ ആർ. നമുക്കറിയാം, രണ്ട് ഇക്വേഷൻ ആണ് അറിയാം. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഈ പൈ ആർ സ്ക്വയറിനെ ഞാൻ ഇക്വേഷനിൽ കുറച്ചും കൂടെ വിപുലമായിട്ട് എഴുതുവാണ്. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണെന്നറിയാം. ലോകത്ത് എല്ലായിടത്തും 3.14 തന്നെയാണ്. ഇൻറ്റു ആർ ഇൻറ്റു ആർ. അതാണല്ലോ ഈ പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയറിനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. അതിൽ 2 പൈ ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3.14 ഇൻറ്റു ആർ. അപ്പം ലോകത്ത് എവിടെ ചെന്നാലും 3.14 തന്നെയാണ് പൈയുടെ വാല്യൂ. അതുപോലെ ഈ 2ന്റെ വാല്യൂന് മാറ്റം വരുന്നില്ല. ഇപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നതിനകത്ത് ഈ രണ്ട് വാല്യൂ കോൺസ്റ്റന്റ് ആണ്, ഒരിക്കലും മാറത്തില്ല. അതുപോലെ ഏരിയ കണ്ടുപിടിക്കുന്നതിനകത്ത് ഈ പൈ കോൺസ്റ്റന്റ് ആണ്, അതിനും മാറ്റമില്ല. ആകെപ്പാട് മാറുന്ന എന്താണ്? ഈ രണ്ട് ഇക്വേഷൻ ശ്രദ്ധിച്ചാലും മാറിക്കൊണ്ടിരിക്കുന്ന വാല്യൂ ആറിന്റെ വാല്യൂ ആണ്. അതായത് നമുക്ക് റേഡിയസ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല, നിങ്ങളോട് ഏരിയയും പെരിമീറ്ററും സർക്കിളിനെ കണ്ടുപിടിക്കാൻ ഒരു ടീച്ചർ പറയുകയാണെങ്കിൽ ശരി, നിങ്ങൾക്ക് വേണ്ട എന്താണ്? റേഡിയസ് മാത്രം തന്നാൽ പോരെ? അല്ലാതെ പൈയുടെ വാല്യൂ പറഞ്ഞു തരണോ? 2 എന്ന് പറഞ്ഞു തരണോ? അത് വേണ്ട. നമുക്ക് എന്ത് മാത്രം കിട്ടിയാൽ മതി? റേഡിയസ് മാത്രം കിട്ടിയാൽ മതി. റേഡിയസ് മാത്രം കിട്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ മാത്രം കിട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയയും പെരിമീറ്ററും സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ യൂസിങ് നെയിം സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? റേഡിയസ് സ്റ്റോർ ചെയ്യുക. നമ്മൾ റേഡിയസ് ഫ്ലോട്ട് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? റേഡിയസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പോയിന്റ് സംഖ്യ ഉപയോഗിക്കാറുണ്ട്, 3.5 അങ്ങനെയൊക്കെ. അപ്പം റേഡിയസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കുന്നു. അതിനുശേഷം എന്താണ്? ഏരിയ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് പെരിമീറ്റർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് റേഡിയസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഏരിയയും പെരിമീറ്ററും കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. അപ്പൊ ഔട്ട്പുട്ട് സ്ക്രീൻ നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്തായിരിക്കും എഴുതി കാണിക്കുന്നത്? എൻ്റർ the radius of a circle. Enter the radius of a circle അല്ലെ? Enter the radius of a circle എഴുതി കാണിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. ഒരു 3 എന്നോ 4 എന്നോ 5 എന്നോ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും 5.5 എന്തെങ്കിലും ഒരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. ആ വാല്യൂ റേഡിയസിൽ സ്റ്റോർ ആവുന്നു. റേഡിയസിൽ സ്റ്റോർ ആയിട്ട് എന്താ സംഭവിക്കുന്നത്? ദാണ്ടെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പൊ റേഡിയസ് കിട്ടിയല്ലോ. റേഡിയസ് കിട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മള് കമ്പ്യൂട്ടർ എന്ത് സംഭവിക്കുന്നു? ആ റേഡിയസിനെ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തിട്ട് 3.14 ഇട്ട് ഗുണിച്ച് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെ അല്ലെ? ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് റേഡിയസ് ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിച്ച് ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഏരിയയിൽ ഇനി ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണമല്ലോ, പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? 2 ഇൻറ്റു 3.14 ഇൻറ്റു നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത റേഡിയസ് അല്ലെ? അപ്പോൾ പെരിമീറ്ററും കണ്ടുപിടിച്ചു. പെരിമീറ്ററും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ച് മെമ്മറിയിൽ വെച്ചാൽ പോരല്ലോ, സ്ക്രീനിൽ എൻ്റർ ചെയ്ത് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണ്ടേ? അതിനുവേണ്ടി ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു, നമ്മളല്ല കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് മെമ്മറിയിൽ ഇരിക്കുന്ന ഏരിയ പ്രിന്റ് ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ പെരിമീറ്റർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പെരിമീറ്റർ എന്ത് ചെയ്യും? സ്ക്രീനിൽ എഴുതി കാണിക്കും. അതോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു പ്രോഗ്രാം കൂടെ, ഇതും കൂടെ നമുക്ക് നോക്കിയിട്ട് പ്രോഗ്രാം വൈസ് കഴിയുകയാണ്. ഈ ചാപ്റ്ററിനകത്ത് പ്രോഗ്രാംസ് ഇത്രയേ ഉള്ളൂ. അടുത്ത സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനും നമുക്ക് ഇക്വേഷൻ അറിഞ്ഞാൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? പി എൻ ആർ ബൈ 100 അല്ലെ? പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ 100. അല്ലെങ്കിൽ പി
NR/100 എന്നുള്ളതാണ് സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ അല്ലേ. P എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. 100 കോൺസ്റ്റന്റ് ആണ്, 100ന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഈ ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വാല്യൂ വേണം? പ്രിൻസിപ്പൽ എമൗണ്ട് വേണം, നമ്പർ ഓഫ് ഇയേഴ്സ് വേണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം. അപ്പൊ ഇത് മൂന്നും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. കമ്പ്യൂട്ടർ എന്ത് കണ്ടുപിടിച്ചോളും? PNR കണ്ടുപിടിച്ചോളും അല്ലെ, സോറി സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കും. അപ്പൊ നോക്കാം. ആണ്ടെ, അപ്പൊ നമ്മൾ എന്താ പ്രിൻസിപ്പൽ എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കുന്നു, നമ്പർ ഓഫ് ഇയേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അടുത്തൊരു മെമ്മറി ലൊക്കേഷൻ കൂടെ ഉണ്ടാക്കുന്നു. എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് മെമ്മറി ലൊക്കേഷനിൽ പോയി സ്റ്റോർ ചെയ്യുന്നു? P എമൗണ്ട് എന്ന് പറയുന്ന അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന മെമ്മറി ലൊക്കേഷനിൽ പോയി സ്റ്റോർ ചെയ്യും പ്രിൻസിപ്പൽ എമൗണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സും സ്ക്രീനിൽ എഴുതി കാണിക്കും. സ്വാഭാവികമായിട്ട് എൻ്റർ ചെയ്യുന്ന വാല്യൂ എവിടെ ഒന്ന് സ്റ്റോർ ആയും? N ഇയറിനകത്തേക്ക് പോയി വാല്യൂ സ്റ്റോർ ആവും. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അടുത്തത് എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് എഴുതി കാണിക്കും. അത് എവിടെ പോയി സ്റ്റോർ ആവും? I റേറ്റ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ആവും. ഇനി അപ്പൊ ഇത്രയും കിട്ടിയല്ലോ, നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി, നമ്പർ ഓഫ് ഇയേഴ്സ് എൻ്റർ ചെയ്തു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ഒക്കെ ചെയ്താൽ മതി. കണ്ടോ, ഇന്റെ എമൗണ്ട് ഈസ് ഈക്വൽ ടു, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു വന്നിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണോ, അല്ലെങ്കിൽ P എമൗണ്ട് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഇൻറ്റു N ഇയറിൽ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ I റേറ്റിനകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ട് ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു? ഇന്റെ എമൗണ്ടിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇന്റെ എമൗണ്ടിനകത്ത് സ്റ്റോർ ചെയ്തല്ലോ. ഇന്റെ എമൗണ്ടിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് എന്താണ്, അത് അവിടെ വെച്ചിരുന്നാൽ പോരാ അല്ലെ, സ്ക്രീനിൽ എഴുതി കാണിക്കണം. അതിന് വേണ്ടി ദാണ്ടെ സി ഔട്ടിനകത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് സ്ക്രീനിൽ അതേപോലെ എഴുതി കാണിക്കും. എന്നിട്ട് ഇതിന്റെ സ്ഥാനത്ത് എന്താണ്? ഈ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം എന്ന് എഴുതി കാണിക്കും. റുപ്പീസ് ഓഫ് എ പീരീഡ് ഓഫ് ആണ്. അതൊരു വലിയ സെന്റൻസ് ആയിട്ടായിരിക്കും, ഇത് നിങ്ങൾ കണ്ട് ഞെട്ടൊന്നും വേണ്ട. അതായത് ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എഴുതിയിരിക്കുന്നതല്ല അതേപോലെ തന്നെ എഴുതും. എന്നിട്ട് ഡബിൾ ഇൻവെർട്ടർ കോമയുടെ പുറത്ത് എഴുതിയിരിക്കുന്നുണ്ടോ, അതായത് ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ അല്ലാതെ നമ്മൾ ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ട് പുറത്ത് എഴുതി വെച്ചേക്കുന്നിടത്തെല്ലാം ആ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എങ്ങനെയാണ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുന്നതെന്ന് അറിയാം? ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിന്റ് ചെയ്താണ്ട് ഈ സി ഔട്ട് മാത്രമാണ് ഞാൻ എഴുതി കാണിക്കുന്നത്. അതാണ് ഇങ്ങനെ എഴുതി കാണിക്കും: സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. എന്നിട്ട് എന്ത് കാണിക്കും? ഇത് എമൗണ്ട് എഴുതി കാണിക്കും അല്ലെ, 50,000 അല്ലെ, 50,000 എന്ന് എഴുതി കാണിക്കും. എന്നിട്ട് അടുത്ത വീണ്ടും ഡബിൾ ഇൻവെർട്ടർ കോമയിൽ അതേപോലെ എഴുതും റുപ്പീസ് ഫോർ എ പീരീഡ് ഓഫ്. എന്നിട്ട് എന്ത് സംഭവിക്കും? എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് 5 ആണെങ്കിൽ അവിടെ 5 എന്ന് എഴുതി കാണിക്കും. അതൊരു വലിയ സെന്റൻസ് ആയിട്ട് എഴുതി കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു സി ഔട്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇയർ അറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3 ആണെങ്കിൽ ഇവിടെ 3 എന്ന് എഴുതി കാണിക്കും, ഇവിടെ 3 എന്ന് പ്രിന്റ് ചെയ്യും. ഈസ് എന്നിട്ട് എന്താണ്? കണ്ടുപിടിച്ചിരിക്കുന്ന എമൗണ്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇത്രയേ ഉള്ളൂ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ വലിയൊരു സി ഔട്ട് കണ്ട് ഞെട്ടൊന്നും വേണ്ട. ഇതിനകത്ത് ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എഴുതിയിരിക്കുന്നതല്ല അതേപോലെ തന്നെ ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കും. എന്നിട്ട് ഈ സ്ഥാനത്ത് വേരിയബിളിന്റെ പേരുകളുണ്ടല്ലോ, മെമ്മറി ലൊക്കേഷന്റെ പേരുകൾ, ആ സ്ഥാനത്ത് എന്തായിരിക്കും കാണിക്കുന്നത്? ആ വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. ആ മെമ്മറി ലൊക്കേഷനിൽ വന്ന് കയറിയിരിക്കുന്ന വാല്യൂസ് ആയിരിക്കും ആ സ്ഥാനത്ത് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാവും. അതായത് രണ്ട് നമ്പറിന്റെ സം കണ്ടുപിടിക്കാനായാലും പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാനായാലും അതേപോലെ തന്നെ എന്താണ് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനാണെങ്കിലും ശരി, എല്ലായിടത്തും ഒരു ഇക്വേഷൻ ഉണ്ടാവും, 1 2 ഇക്വേഷൻ. ആ ഇക്വേഷന് വേണ്ട ഡേറ്റ എന്താണോ, അത് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ട ഡേറ്റ എന്താണോ അത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് സ്വീകരിക്കും അല്ലെ, സീൻ വഴി നമ്മൾ സ്വീകരിക്കും. എന്നിട്ട് ആ ഇക്വേഷൻ പെർഫോം ചെയ്യും, എന്നിട്ട് ഔട്ട്പുട്ട് അല്ലെ. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ആവശ്യമായ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, എന്നിട്ട് വേണ്ട ഡേറ്റയെ സ്വീകരിക്കുന്നു, ഇക്വേഷൻ പെർഫോം ചെയ്യുന്നു, എന്നിട്ട് ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇത്രയാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാം കൂടി അല്ലെ, ഇത്രയും പ്രോഗ്രാമേ ഉള്ളൂ. ഇത്രയും പ്രോഗ്രാം കൂടെ പഠിക്കുമ്പോഴത്തേക്കാണ് ഈ ചാപ്റ്റർ പൂർത്തിയാവുന്നത്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ ഒരു വട്ടം കണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തിയാൽ മതി. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഷെയർ ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കാര്യം അല്ലെ. നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.